ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇംഗ്ലീഷ് പഠിക്കുക എന്നുള്ളത് ഒരു സ്കില്ലാണ്. ഇംഗ്ലീഷ് മാത്രമല്ല, ഏത് സ്കില്ല് പഠിക്കണമെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യണമെങ്കിലും അതത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു സ്കില്ല് എങ്ങനെ എഫക്റ്റീവായിട്ടും ഈസി ആയിട്ടും ഏറ്റവും എഫേർട്ട് കുറച്ചും ഏറ്റവും കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടും ഏറ്റവും ഈസി ആയിട്ട് ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യമാണ്. നമുക്ക് വീഡിയോ ആരംഭിക്കാം. സോ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏത് സ്കില്ലാണ് അല്ലെങ്കിൽ ഏതൊരു ഹാബിറ്റാണ് ഞാൻ ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എന്ന് കൃത്യമായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് മനസ്സിൽ കാണും, എനിക്ക് ഏകദേശം അങ്ങനെയൊക്കെ ആവണം, ഇങ്ങനെയൊക്കെ ആവണം. പക്ഷേ ഫോക്കസ്ഡ് അല്ലാത്ത ഒരു ഗോൾ അച്ചീവ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം എന്താണ് നമുക്ക് അച്ചീവ് ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് അറിയത്തില്ല എങ്കിൽ നമുക്കത് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദിസ് പ്രോസസ് ഈസ് ഡിഫൈനിങ് ദി ഗോൾ. ഈ ഒരു വീഡിയോയിൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ ഇവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന് ഇംഗ്ലീഷ് ലേണിംഗ്, ഒന്ന് എക്സസൈസ്, ഒരു ഹാബിറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഷെയർ ട്രേഡിങ്. ഷെയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഷെയർ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്ത് ലാഭം ഉണ്ടാക്കുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ സംസാരിക്കുന്ന ഒരു സ്കില്ല്. ഈ 3-4 കാര്യങ്ങളാണ് ഞാൻ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യത്തിന് മാത്രമല്ല ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഏതൊരു സ്കില്ലിന്റെ കാര്യത്തിൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്ന കാര്യമാണ്. സോ ആദ്യത്തെ സ്റ്റെപ്പ് കൃത്യമായിട്ട് ഗോള് ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഗോൾ അല്ലെങ്കിൽ എയിം അല്ലെങ്കിൽ നമുക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായി ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ ഫസ്റ്റ് സ്റ്റെപ്പ് അത്ര ഒരു ഈസി ആയിട്ടുള്ള സ്റ്റെപ്പ് അല്ല. അതൊരു ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു വീക്കെങ്കിലും അതിനായിട്ട് എടുക്കുക, ഒരാഴ്ചയെങ്കിലും അതിനായിട്ട് സ്പെൻഡ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തോന്നാറുള്ളതാണ്. നമ്മളെല്ലാവരുടെയും ജീവിതത്തിൽ തോന്നാറുള്ള ഒരു ആഗ്രഹമാണ് നല്ല ഒരു പവർഫുൾ അല്ലെങ്കിൽ ആരോഗ്യമായിട്ടുള്ള ഒരു ശരീരം ഉണ്ടാകുക എന്നുള്ളത്. അതിപ്പോൾ ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ ബോയ്സിനും ഗേൾസിനും ഈക്വൽ ആയിട്ട് ആഗ്രഹം തോന്നാനുള്ള ഒരു കാര്യമാണ് ഗുഡ് ഫിസിക് ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതിന് ആഗ്രഹം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നും. എപ്പോഴാണ് ആഗ്രഹം തോന്നാറ്? നല്ല ഫിസിക്കുള്ള ആളുകളെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഫിലിമിൽ കാണുമ്പോഴോ ഒക്കെ നമുക്ക് തോന്നാറുണ്ട് എനിക്കും അവരെ പോലെ ആകാൻ സാധിച്ചെങ്കിൽ എന്ന്. പക്ഷെ ഈ ആഗ്രഹത്തിന് കുറെ നാളത്തെ ലൈഫ് ഇല്ല. നമുക്ക് ആ ആളെ കാണുമ്പോൾ ഉള്ള ഒരു തോന്നൽ കുറച്ച് നേരത്തേന് മാത്രമേ നമ്മുടെ മനസ്സിലുള്ളൂ. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോഴത് ഇല്ലാതാകും. അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തിന്റെ പേരിൽ നമുക്ക് പുതിയൊരു ഹാബിറ്റോ സ്കില്ലോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല എന്നല്ല, സ്റ്റാർട്ട് ചെയ്യാം, പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഈ ഒരു സ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ഹാബിറ്റ് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയത് എന്നൊന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഒരു വീക്ക് എടുക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ഇത് ഒരു വീക്ക് ടൈമിലേക്ക് എൻ്റെ മനസ്സിൽ ആ ആഗ്രഹം അതുപോലെ നിൽക്കുന്നുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ആ ഒരു സമയത്ത് ചെക്ക് ചെയ്യാൻ വേണ്ടി മാത്രമല്ല, ഇന്നിപ്പോൾ തേഴ്സ്ഡേ ആണെന്ന് വിചാരിക്കുക, ഇന്നൊരാഗ്രഹം മനസ്സിൽ വന്നു, അടുത്ത തേഴ്സ്ഡേ വരെ ഈ ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഓക്കെ, നെക്സ്റ്റ് ഫ്രൈഡേ മുതൽ എനിക്ക് ഇതിനുള്ള പ്രോസസ്സ് തുടങ്ങാം എന്നല്ല പറഞ്ഞത്. ഈ ഒരു വീക്കില് ഫസ്റ്റ് തേഴ്സ്ഡേ മുതൽ നെക്സ്റ്റ് തേഴ്സ്ഡേ വരെ ഈ ഒരു ഗോളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതിലെ ഫസ്റ്റ് വണ്ണാണ് ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതെന്ന് പറഞ്ഞു. ആ ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിൽ വരുന്ന കാര്യങ്ങളാണ് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണ് അച്ചീവ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടാണ് ഈ ആഗ്രഹം തോന്നിയത്, ഈ ഒരു സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് എന്ത് ബെനിഫിറ്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്നത്. ഈ കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ആൻസർ നിങ്ങൾക്കുണ്ടെങ്കിൽ കുറേ എളുപ്പമായിരിക്കും ഈ ഒരു ഗോൾ സെറ്റ് ചെയ്യുക എന്നുള്ളതും അത് അച്ചീവ് ചെയ്യുക എന്നുള്ളതും. അപ്പോൾ ഇതൊന്നും ഇല്ലാതെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നോക്കിയാൽ കുറച്ച് നാളത്തേന് ശ്രമിക്കാം എന്നല്ലാതെ ആ ഒരു ഗോൾ കംപ്ലീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, ഡിഫൈൻ ദ ഗോൾ. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്കില്ലിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഫോർ എക്സാമ്പിൾ, ഇംഗ്ലീഷ് സ്പീക്കിങ്ങിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ വേർ ഐ ആം നൗ, ബിഗിനറാണോ, ഇൻ്റർമീഡിയറ്റ് ലെവലിലാണോ, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ലെവലാണോ, ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഗ്രാമർ ഉണ്ട്, ടെൻസസ് ഉണ്ട്, വേർഡ്സിന് സ്പെല്ലിംഗ് ഉണ്ട്, ഓക്സിലറി വെർബിന് യൂസേജ് ഉണ്ട്, ഓരോ വേർഡ്സിൻ്റെ പ്രൊനൗൺസിയേഷൻ ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. അത് ഓണസ്റ്റ് ആയിട്ട് സത്യസന്ധമായിട്ട് നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കുകയും അത് അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ ഔട്ട് ഓഫ് 10 ഞാനിപ്പോൾ സെക്കൻഡ് ലെവലിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ഒരു സെക്കൻഡ് ലെവലിലാണ് എന്നുള്ളത് അംഗീകരിക്കുക. മനസ്സിനോട് പറയുക, ഞാൻ സെക്കൻഡ് ലെവലിലാണെന്ന് പറയുന്ന അത്ര കുറച്ചിലായിട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ പടിപടിയായിട്ട് 3rd 4th അങ്ങനെ 10th ലെവൽ വരെ എത്താൻ വേണ്ടിയുള്ള
കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഇപ്പോഴെവിടെയാണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യുക. ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഏത് ഗോളിന്റെ കാര്യത്തിലായാലും, അല്ലെങ്കിൽ ഏത് ഹാബിറ്റിന്റെ കാര്യത്തിലായാലും, ഏത് സ്കില്ലിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്ക് ഇത് ആപ്ലിക്കബിൾ ആണ്. നമ്മളിപ്പോൾ ആ കാര്യത്തിൽ എവിടെ എന്തുമാത്രം അറിവ് എനിക്കുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കുക, അത് അംഗീകരിക്കുക. ഇനി അടുത്ത ലെവലിലേക്ക് പോകാം. അടുത്ത ലെവൽ എന്ന് പറയുന്നത്, നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗോള് പവർഫുൾ ആയിട്ടുള്ള ഒരു വലിയ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാം, ഇത്രയും വലിയ ഗോൾ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, നമുക്ക് മടുപ്പ് തോന്നിക്കഴിഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മൾ ആ വലിയൊരു ഗോളിനെ എപ്പോഴും സ്മോൾ ഗോളായിട്ട് ഡിവൈഡ് ചെയ്യുക. ആ വലിയൊരു കാര്യത്തെ ചെറിയ കാര്യമായിട്ട് ഡിവൈഡ് ചെയ്യുക. എങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ഒരു ഗോളിലേക്ക് എത്താൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, 8 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾക്ക് 5 മണിയാകുമ്പോൾ എഴുന്നേൽക്കുകയും ഹെൽത്തി ഹാബിറ്റ് ആയിട്ടുള്ള യോഗ അല്ലെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഡേ തന്നെ ഇന്നിപ്പോൾ തീരുമാനിച്ചു 5 മണിക്ക് എഴുന്നേൽക്കണം, എക്സസൈസ് ചെയ്യണം എന്ന്. പക്ഷെ അയാൾ എഴുന്നേറ്റുകൊണ്ടിരുന്നത് രാവിലെ 8 മണിക്കാണ്. അങ്ങനെയുള്ള ഒരാൾ നാളെ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുകയും എക്സസൈസ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമായിട്ട് അയാൾക്ക് പിറ്റേ ദിവസം തോന്നും. അപ്പോൾ അതിനായിട്ട് ചെയ്യേണ്ടത് എന്താണ്? ഈ 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആള് അടുത്ത ദിവസം നെക്സ്റ്റ് ഡേ ഒരു 10-15 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. 8 മണിക്ക് എഴുന്നേൽക്കുന്ന ആള് 7:45 ആകുമ്പോൾ അല്ലെങ്കിൽ 7:50 ആകുമ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുക. അതിൻ്റെ അടുത്ത ദിവസം പിന്നെ വീണ്ടും ഒരു 5-10 മിനിറ്റ് നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ചേഞ്ച് വരുത്തുന്നതിലൂടെ അയാൾക്ക് വിത്തിൻ 1 വീക്ക് ഓർ 2 വീക്ക് ഓർ എന്തായാലും ഒരു മാസത്തിനുള്ളിൽ അയാൾ ഉദ്ദേശിച്ച ആ ഒരു ലെവലിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ചേഞ്ചസ് മാത്രം ഈ ഹാബിറ്റ് കൊണ്ടുവരുന്നതിനായിട്ട്, അല്ലെങ്കിൽ പുതിയ ഹാബിറ്റ് അല്ലെങ്കിൽ പുതിയ സ്കില്ല് കൊണ്ടുവരുന്ന കാര്യത്തിൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ ഒറ്റയടിക്ക് ഹ്യൂജ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഉപേക്ഷിക്കുക. അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, ഈ സ്മോൾ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്തു. ഇനി ആ ഒരു ടാസ്കിന് വേണ്ട ഇൻഫർമേഷൻ കളക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡിഫറെന്റ് സോഴ്സസ് ഉപയോഗിക്കാൻ സാധിക്കും. ഓൺലൈൻ ഫെസിലിറ്റീസ് നമുക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ യൂട്യൂബിൽ നിന്നും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം, അല്ലെങ്കിൽ ChatGPT, Gemini പോലുള്ള AI ടൂൾസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഈ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളുടെ നിർദ്ദേശം തേടാം. ഇനി അടുത്ത 4th സ്റ്റെപ്പിൽ നമുക്ക് ഈ കളക്ട് ചെയ്തേക്കുന്ന ഡേറ്റ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു പ്രോസസ്സ്, പ്രൊസീജിയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്തു തുടങ്ങാം. അതായത് സ്റ്റാർട്ട് ഡൂയിങ് സ്മോൾ ടാസ്ക്. അതാണ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്യേണ്ടത്. അതിനുശേഷം ചെയ്യേണ്ട ഒരു കാര്യം, ട്രാക്ക് യുവർ പ്രോഗ്രസ്. 5th സ്റ്റെപ്പായിട്ട് എന്തുമാത്രം ഡെവലപ്മെന്റ് ഉണ്ടാകുന്നുണ്ട്, ഉദ്ദേശിച്ച പോലെയാണോ, പ്ലാൻ ചെയ്ത പോലെയാണോ കാര്യങ്ങൾ പോകുന്നത് എന്നൊക്കെ അറിയുന്നതിനായിട്ട് പ്രോഗ്രസ് ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും ചേഞ്ചസ് വരുത്താനുണ്ടെങ്കിൽ ആ നെസസറി ചേഞ്ചസ് വരുത്തിയ ശേഷം വീണ്ടും റെസ്യൂം ചെയ്യുക. ഓരോ ദിവസവും അല്ലെങ്കിൽ വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോളിൽ മാറ്റം വരുത്താവുന്നതാണ്. കാരണം ഓരോ സ്റ്റെപ്പ് നമുക്ക് കടന്നു പോകുന്തോറും ആണ് പുതിയ കാര്യങ്ങൾ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുന്നത്. ആ ഓരോ ടൈമിലും നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഗോൾ എപ്പോഴും ഫ്ലെക്സിബിൾ ആയിരിക്കണം. ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യം നടക്കാതെ പോകുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ആയിരിക്കരുത്. ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി പ്രാക്ടിക്കൽ ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ ഗോളിനെ ആവശ്യമായിട്ടുള്ള ചേഞ്ചസ് ഏത് സമയത്തും വരുത്താൻ നമുക്ക് സാധിക്കണം. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് സെറ്റിംഗ് ദ ഗോൾ. ആൻഡ് സെക്കൻഡ് വൺ, അസസ് യുവർ ലെവൽ. ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് സ്മോൾ ടാസ്ക് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അടുത്ത സ്റ്റെപ്പിൽ നെസസറി ഇൻഫർമേഷൻ പല സോഴ്സിൽ നിന്നും കളക്ട് ചെയ്യുക. നെക്സ്റ്റ് സ്റ്റെപ്പ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുക. ആ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യാൻ ആരംഭിക്കുക. അടുത്ത സ്റ്റെപ്പിൽ ട്രാക്ക് യുവർ പ്രോഗ്രസ്. എന്തുമാത്രം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തെങ്കിലും ചേഞ്ചസ് നമ്മുടെ പ്ലാനിൽ വരുത്താനുണ്ടോ, അതിനനുസരിച്ച് ഫ്യൂച്ചറിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ചെയ്യേണ്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതിനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. മറ്റൊരാൾ നമ്മളെ മോട്ടിവേറ്റ് ചെയ്തതിന്റെ പേരിൽ അല്ലെങ്കിൽ മറ്റൊരാൾ മോട്ടിവേറ്റ് ചെയ്തെങ്കിലേ എനിക്ക് ഈ കാര്യം ചെയ്യാൻ പറ്റൂ എന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ സെൽഫ് മോട്ടിവേറ്റഡ് ആയിരിക്കണം. സെൽഫ് മോട്ടിവേറ്റഡ് ആകുന്ന ആളുകൾക്ക് ഈസി ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏതൊരു ഗോളും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം ചെയ്യുന്ന കാര്യങ്ങൾ എൻജോയ് ചെയ്തുകൊണ്ട് പ്രാക്ടിക്കൽ ആക്കി കൊണ്ടുവരാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഒരു പ്രോസസ്സ് ബോറിംഗ് ആയിട്ട് തോന്നുകയില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ മാത്രം, ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടി മാത്രം നമ്മൾ ചെയ്യുമ്പോൾ പല സമയത്തും നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നും. അതുകൊണ്ട്
ഏത് ഹാബിറ്റ് ആയാലും ഏത് കാര്യമായാലും ഏത് സ്കില്ലായാലും ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് താല്പര്യത്തോടെ എൻജോയ് ചെയ്ത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോകൾ ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന സ്കിൽസ് അല്ലെങ്കിൽ ഹാബിറ്റ്സ് എത്രയും പെട്ടെന്ന് പ്രാക്ടിക്കലായി കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്.